റോട്ടിൽ കഞ്ചാവും പാൻപരാഗും അടിച്ചിരിക്കുന്ന മനുഷ്യരുള്ളതാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം അങ്ങനെ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തെത്തി. വെരി നൈസ്. ഇപ്പം വൃത്തിയുള്ള 3 സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ വീഡിയോ എടുത്ത കാര്യമില്ല, കാണാത്ത ഒന്നുമില്ല. 20 കൊല്ലം മുന്നേ ഉള്ള പോലെ തന്നെ ഒരു മാറ്റമില്ല. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ നിയമസഭ. തിരുവനന്തപുരം വന്നിട്ട് നമ്മൾ നിയമസഭ കണ്ടിട്ട് നൈസായി രാത്രി റൗണ്ട് അടിക്കാൻ. ഓക്കെ, ഞാൻ ക്രിക്കറ്റ് കണ്ടിട്ട് ലൈഫ് മാറ്റി സാറേ. ഞാൻ എന്തൊക്കെ ചെയ്താൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ സ്കൂളിൽ വേണ്ടി ക്രിക്കറ്റ് ക്യാമ്പ് എടുക്കും. ക്രിക്കറ്റ് പഠിപ്പിക്കൊക്കെ വരെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ വിടുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടോ, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അത് ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആൾക്ക് വാങ്ങി കൊടുപ്പിച്ചു. 2 കൊല്ലം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കൊല്ലം എന്തായാലും പോകണല്ലേ. എന്തായാലും ഞാനൊരു 3 രൂപ വാങ്ങുന്നുണ്ട്. ബാറ്റ്സ്മാൻ മാത്രമാണ് ക്യാമ്പ് ചെയ്യാൻ ചെയ്യുക. ഓൾറൗണ്ടർ കളിക്കാൻ ഞാൻ ക്യാമറയിൽ പോയിരുന്നു. കളികളിൽ ഞാൻ പ്ലെയറാണ്, അത്രേ ഉള്ളൂ. കളികളിൽ പ്ലെയർ അവൻ എന്താ പള്ളിയിൽ പോടാ. കോളേജ്, ഫൈൻ ആർട്സ് കോളേജ്, ആർട്സ് കോളേജ്. 2 ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ അടിപൊളിയല്ലേ സംഭവം. നല്ല സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ഇവിടെ നിങ്ങൾ വരില്ല കൊണ്ടോ ചാടിക്കാൻ.
സെക്രട്ടേറിയറ്റ് ഇവിടെ ഇപ്പം സമരമൊക്കെ ഉണ്ടാവില്ലേ കേരള മന്ത്രിസഭയിൽ സെക്രട്ടേറിയറ്റ് ആണ് സെക്രട്ടേറിയറ്റ് എൻ്റെ പഠിക്കലെപ്പോഴും സെക്രട്ടേറിയറ്റ് ആണിത്. കേരളത്തിലുള്ള സെക്രട്ടേറിയറ്റിലാണ് നമ്മളുള്ളത്. അവിടെ സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതെന്താ കണ്ടിട്ടില്ലേ പത്രത്തിൽ സമരം ചെയ്യുന്നത്? എന്താ ഇപ്പോൾ അവരുടെ അവസ്ഥ? നമ്മളെ അവസ്ഥ അവരുടെ അവസ്ഥയാണ്. നിങ്ങൾ എടുക്കുന്ന ആൾക്കാരെ ആൾക്കാരാ സമരം ചെയ്യുന്നവരല്ലാത്തവരുണ്ട്, ഉറങ്ങാൻ വീടില്ലാത്തവരുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. വേറെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞത് കേരളത്തിലത്തെ ഒരു സ്റ്റാർട്ടിങ് ഹെഡാണല്ലോ. ആണെങ്കിൽ ഞാൻ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം ആലോചിച്ച്, ആരോ ഒന്ന് ലണ്ടനിൽ വന്നപ്പോൾ അവൻ പറഞ്ഞല്ലോ കേരളം ലണ്ടൻ പോലെയുണ്ട്, ഞാനിപ്പോൾ ലണ്ടനിൽ തന്നെയാണോ എനിക്ക് തോന്നിപ്പോയി എന്ന്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാർ ഇയാൾ എന്തൊരു മണ്ടയാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. കാരണം നമ്മുടെയൊക്കെ ഒരു എൻഡായ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. ഗൈസ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.